അത് എൻ്റെ ആത്മകഥയല്ല, എൻ്റെ ശത്രുക്കൾ എന്നെ തകർക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ആത്മകഥയാണ്. അതിൻ്റെ പിന്നിൽ വലിയ തരത്തിലൊരു ഗൂഢാലോചന തന്നെ നടത്തി. എഴുതി പൂർത്തിയാകാത്ത എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നെന്ന് വന്നാൽ എന്താണ് അതിൻ്റെ ഭീകരത നിങ്ങൾ ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ കോടതി അവരെ ശാസിക്കുകയും അതോടുകൂടി പിന്നെ അവർക്ക് ഒരു ന്യായീകരണവും പിടിവള്ളിയുമില്ല. അവർ എൻ്റെ വക്കീൽ നോട്ടീസിന് മറുപടി പറഞ്ഞു, ക്ഷമാപണം പറഞ്ഞു. ജയരാജൻ്റെ ബാല്യകാലം മുതൽ ഇപ്പോഴുള്ള എത്തി നിൽക്കുന്ന ജീവിതം വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, കാരണം അതൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ ഒരു 4-5 പുസ്തകം വേണ്ടി വരും. ഇതിൽ കുറേ സംഭവങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനിയുള്ള കാര്യം നിങ്ങളെപ്പോലെ പലരും എന്നോട് വന്ന് പറയുന്നത്, ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചേർക്കാൻ ബാക്കിയുണ്ട്, ഞങ്ങൾക്കൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകണമെന്നാണ്. ഞാനും അതാണ് ആലോചിക്കുന്നത്. ഈ നേരത്തെ തന്നെ ജയരാട്ടൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, നേരത്തെ പുറത്തു വന്ന ആത്മകഥ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു ആത്മകഥ പുറത്തു വന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ആത്മകഥ പ്രകാശനത്തിൽ കൂടുതൽ ശ്രദ്ധേയമാവുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത് എൻ്റെ ആത്മകഥയല്ല, എൻ്റെ ശത്രുക്കൾ എന്നെ തകർക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ആത്മകഥയാണ്. അതിൻ്റെ പിന്നിൽ വലിയ തരത്തിലൊരു ഗൂഢാലോചന തന്നെ നടത്തി. CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും എന്നെയും ഒക്കെ കളങ്കപ്പെടുത്താനും തകർക്കാനും ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണത്. അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രമാത്രം സംഘടിതമായി നടത്തിയതാണ്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമില്ല. അങ്ങനെ പുസ്തകത്തിന് ആരെയെങ്കിലും അധികാരപ്പെടുത്തുകയോ ചുമതലപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല. എഴുതി പൂർത്തിയാകാത്ത എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നെന്ന് വന്നാൽ എന്താണ് അതിൻ്റെ ഭീകരത നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത്രയും സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമാണ് കുറേ കാലമായി എനിക്കെതിരെ തന്നെ സംഘടിതമായി നടത്തുന്നത്. അത് എനിക്ക് നേരെ നടക്കുന്ന ആക്രമണം പ്രസ്ഥാനത്തെ തകർക്കാനുള്ളതാണ്, ഈ ഗവൺമെൻറ്റിനെ കളങ്കപ്പെടുത്താനുള്ളതാണ്. സത്യത്തിൽ ഈ പറയുന്ന ആത്മകഥയ്ക്ക് പിന്നിലും അത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയും, അതായത് രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ UDF-ൻ്റെയോ BJP-യുടെ ഒക്കെ അവരുടെയൊക്കെ പിൻബലത്തിൽ നടന്ന ഒരു ഇതാണെന്ന് കരുതുന്നുണ്ടോ? ഏതെങ്കിലും പാർട്ടിയെയോ കാര്യങ്ങളോ അല്ല, ഇതൊരു വലതുപക്ഷ ശക്തികൾ, ഇടതുപക്ഷ വിരുദ്ധന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ നശിപ്പിക്കാനും തകർക്കാനും ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വലതുപക്ഷ പിന്തിരിപ്പ ശക്തികളുടെ സംഘടിതമായ നീക്കം അതിനകത്തുണ്ട്. അവർ പല വേഷത്തിലുണ്ടാവും, സംഘടിതമായ നീക്കം അതിനകത്തുണ്ടാവും. ഇതിനകത്ത് DC ബുക്സുമായിട്ടുള്ള നിയമ നടപടി ജയരാജേട്ടൻ പിന്മാറിയിരുന്നു. അപ്പോൾ അതും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു നിയമ നടപടി ആദ്യം സ്വീകരിക്കുകയും പിന്നീട് പിന്മാറുകയൊക്കെ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു പിന്മാറ്റം? DC ബുക്സിൻ്റെ പ്രധാനി തന്നെ എൻ്റെ അടുത്ത് വന്നു. അത് കാരണം ഞാൻ അത് സംബന്ധിച്ച് വന്നപ്പോൾ തന്നെ പോലീസിൽ പരാതി കൊടുത്തു. രണ്ടാമത്തെ കാര്യം, നിയമപ്രകാരം വക്കീൽ നോട്ടീസ് അയച്ചു. ഈ 2 കാര്യങ്ങളും വന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ഒരു തരത്തിലൊരു ന്യായീകരണവും പറയാനുണ്ടായിരുന്നില്ല. അവിടെ ഒരു കേസെടുത്തു. അങ്ങനെ വന്നപ്പോൾ അവർ മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ പോയി, ഹൈക്കോടതി ചോദിച്ചു, നിങ്ങളെ അധികാരപ്പെടുത്താത്ത ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചത്? നിങ്ങൾക്കാരാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവ് അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്? എന്താ അതിൻ്റെ അടിസ്ഥാനം? അവർക്കൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ കോടതി അവരെ ശാസിക്കുകയും അതോടുകൂടി പിന്നെ അവർക്ക് ഒരു ന്യായീകരണവും പിടിവള്ളിയുമില്ല. അവർ എൻ്റെ വക്കീൽ നോട്ടീസിന് മറുപടി പറഞ്ഞു, ക്ഷമാപണം പറഞ്ഞു, അത് തെറ്റാണെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അവർ തന്നെ നേരിട്ട് വന്ന് ഞങ്ങൾ ഈ കുറ്റം ചെയ്തിരിക്കുന്നത് അന്വേഷിച്ചപ്പോൾ അവരുടെ DC ബുക്സിൻ്റെ ഓഫീസിലൊരു ശ്രീകുമാറാണ്, അവനെ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കി. അവരുടെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങളിതിൽ ക്ഷമിക്കണം, ഞങ്ങൾ മാപ്പ് വളരെ പൊളൈറ്റായിട്ട് തന്നെ അവർ ഈ തെറ്റ് അഡ്മിറ്റ് ചെയ്യും ഒക്കെ ചെയ്തു. പിന്നെ ഇത്രമാത്രം ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ഉൾക്കൊള്ളുക, തെറ്റ് ചെയ്തു എന്ന് പറയുക, മാപ്പ് പറയുക, അത്രത്തോളം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേരിൽ ഇത് തന്നെ കോടതിയിൽ പോയാലോ? പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ പിന്നെ നമ്മൾ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ടത്, അത്തരം ഒരു കാര്യത്തിലേക്ക് ഞാൻ എൻ്റെ നിലവാരം വെച്ചുകൊണ്ട് പോയിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള ചില ഗൂഢാലോചനയുടെ ഭാഗമായി അറിയാതെ അവരും പെട്ടുപോയി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ബോധപൂർവം അതിനെ ഉപയോഗപ്പെടുത്തിയതാണ്. അത് ഉപയോഗപ്പെടുത്തുന്നതിന് പിന്നിൽ വലിയ ശക്തിയുണ്ട്, ഒരു റാക്കറ്റ് ഉണ്ട്. അതെല്ലാം കാലം തെളിയിക്കും. രവി DC ഉൾപ്പെടെ ഈ പരിപാടി അറിയിച്ചിരുന്നോ ഇങ്ങനൊരു പ്രകാശനം? അറിയിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയിക്കേണ്ട കാര്യം എന്താ? ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്.
അതിനുശേഷമാണ് ഇവിടുത്തെ മാധ്യമക്കാരെ കൊണ്ടൊക്കെ പ്രസിദ്ധീകരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത് എന്ന കാര്യം എനിക്കറിയാം. ഇതേപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വാർത്തകൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ചില മലപ്പുറത്തെ ഒരു നൽകാത്ത ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി ചേർത്ത് വെക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒരു കാര്യമായി പരിഗണിക്കാൻ കഴിയും. ഇത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള പല പദ്ധതികളും ഈ പിന്തിരിപ്പൻ വലതുപക്ഷ ശക്തികൾ, ഇടതുപക്ഷ വിരുദ്ധന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി അതീവ ജാഗ്രതയോടുകൂടി ഞങ്ങളൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന സൂചന. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി കൂടി ഈ പരിപാടിക്ക് എത്തുന്നു എന്നുള്ളതാണ്. ജയരാജേട്ടനും മുഖ്യമന്ത്രിയും തമ്മിലൊരു ജ്യേഷ്ഠാനുജന ബന്ധം എന്ന രീതിയിലുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിനകത്തും ആ ബന്ധത്തെ പുറം ലോകത്ത് അറിയിക്കാനുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടോ? എൻ്റെ രാഷ്ട്രീയ ജീവിതമാണ് ആ പുസ്തകം. എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഞങ്ങൾ പാർട്ടിക്കാരെല്ലാം ജ്യേഷ്ഠാനുജന്മാരും സഹോദരന്മാരും ഒക്കെയാണ്. ആ ഒരു ആത്മബന്ധത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി എത്തുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കൂടി ഉണ്ടാവില്ല? തീർച്ചയായും ഉണ്ടാകും. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന മാർക്സിസ്റ്റ് നേതാക്കളിൽ ലോകം ശ്രദ്ധിക്കപ്പെട്ട മാർക്സിസ്റ്റ് നേതാവാണ്, ഭരണാധികാരിയാണ്. ഏറ്റവും ലോകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട, മലയാളികൾ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അത്രമാത്രം പ്രശസ്തിയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ PB അംഗമാണ്. അദ്ദേഹം ഇത് നിർവഹിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഏത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും അഭിമാനകരമാണ്. വലിയ സന്തോഷത്തിലാണ്. അതെ, സന്തോഷം, ഒരു സംതൃപ്തി. അതെ. എന്തായാലും EP ജയരാജൻ്റെ ആത്മകഥാ പ്രകാശനത്തിന് തയ്യാറായി നിൽക്കുന്നു. അല്പസമയത്തിനകം, കേവലം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ആത്മകഥ പ്രകാശനത്തിന് തയ്യാറാവും. മുഖ്യമന്ത്രി ഈ ആത്മകഥ പ്രകാശനം ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.